Hello, welcome back to my channel Lubna's Cloud. It's me Lubna. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പേപ്പർ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഹേർ ഷേപ്പ് ഗിഫ്റ്റ് ബോക്സ് എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം ഇനിയും ഞാൻ ഈ ഒരു വീഡിയോ ലേറ്റ് ആയാൽ പിന്നെ ഇപ്പം വാലൻറ്റൈൻസ് ഡേ ആണ് വരുന്നത്. അപ്പം എന്താ പറയുക, നിങ്ങൾക്ക് പിന്നിട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കണ്ടവരുണ്ടാവും. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെ ഇടാതെ വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ 350 GSM ഗ്ലോസി പേപ്പറാണ്. അപ്പം അത് ഞാൻ ഈ ഒരു ഡിസൈനിൽ പ്രിൻ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെടുത്ത് ഇതുപോലത്തെ പേപ്പർ പിന്നെ പാറ്റേൺ പേപ്പേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം അതാ ഞാൻ ഇതുപോലെ 2 ഹേർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഹേർട്ട് ഷേപ്പൊക്കെ നിങ്ങൾക്ക് ഇതിലിടാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ ഒക്കെ ഐറ്റംസിനൊക്കെ അനുസരിച്ചിട്ട് സൈസ് മാറ്റിയിട്ടൊക്കെ കൊടുക്കുക. ഇത് ഞാൻ അത്യാവശ്യം നല്ലൊരു സൈസിലുള്ള ഒരു ബോക്സാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി ഞാൻ ഇതുപോലൊരു പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഒരു ഹേർട്ട് ഷേപ്പ് കവർ ചെയ്യുന്ന ഫുൾ റൗണ്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഞാനിതിപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രീതിയിലാണ് ഏത് സൈസിലാണ് നമ്മൾ ഈ പേപ്പർ പിന്നെ ലെങ്ത് വൈസ് ആയിട്ട് കട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ വരുന്നത് ഏകദേശം ഒരു 4.5 ഇഞ്ചാണ്, അപ്രോക്സിമേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൈസ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിതാ ഇതുപോലെ സ്കോർ ബോർഡിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്കത് ഫോൾഡ് ചെയ്യാൻ ഈസി ആയിരിക്കും. പിന്നെ ഈ സ്കോർ ബോർഡൊന്നും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യാതിരിക്കൊന്നും വേണ്ട. നിങ്ങൾ നോർമലി ഫോൾഡ് ചെയ്യുന്ന പോലെ നമുക്കിങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് ഇത് ഉള്ളത് കൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം പിന്നെ ഇത് കുറച്ചും കൂടെ എന്താ പറയുക കട്ടിയുള്ള പേപ്പർ ആയതുകൊണ്ട് നമുക്ക് സ്കോർ ബോർഡൊക്കെ യൂസ് ചെയ്ത് ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് വൃത്തിയിൽ കിട്ടുമല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നേരെ സെൻറ്ററിലായിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിങ്ങനെ വളച്ചെടുക്കാനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 2 സൈഡിലും ഇതുപോലെ ഒന്ന് കട്ടിങ് കൊടുത്തതിന് ശേഷം സൈഡിൽ കൂടെ ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. എങ്കിലും നമുക്ക് ഈസി ആയിട്ട് അതിങ്ങനെ ഹേർട്ട് ഷേപ്പിൽ ഇങ്ങനെ ബെൻഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കട്ടിങ് കൊടുത്തില്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് കറക്റ്റ് നമ്മളെടുത്ത ഒരു ഹേർട്ടിന് കറക്റ്റ് ബെൻഡിങ് ചിലപ്പോൾ നല്ല വൃത്തിയിൽ കിട്ടിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇത്രയും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഹെയർ ഷേപ്പ് പേപ്പറിൽ ഇത് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഉഹു എന്ന് പറയുന്ന ഒരു ഗ്ലൂ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഫാസ്റ്റും ആണ്, പിന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പിന്നെ ജനറൽ പർപ്പസ് ആയിട്ടുള്ളൊരു ഗ്ലൂ തന്നെയാണ്. അപ്പം ഈ ഒരു ഗ്ലൂ വെച്ചിട്ട് ഞാനിത് ഫുള്ള് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് സൂപ്പർ ഗ്ലൂവോ പിന്നെ അതുപോലെ തന്നെ വൈറ്റ് ഗ്ലൂ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഇത് സ്റ്റിക്ക് ആവുന്നത് കൊണ്ടാണ് ഞാൻ വൈറ്റ് ഗ്ലൂ അധികം പ്രിഫർ ചെയ്യുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് അതുപോലുള്ള ഫാസ്റ്റായിട്ട് സ്റ്റിക്ക് ആവുന്ന ഗ്ലൂ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഇത്രയും നമ്മളിതാ ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു യൂസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം വാലൻറ്റൈൻസ് ഡേ ഒക്കെ ആണല്ലോ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പം ഇഷ്ടപ്പെട്ടവർക്കൊക്കെ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ചിലവില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രിൻറ്റിങ് ഒക്കെ ചെയ്ത് ഇങ്ങനത്തെ പേപ്പർ ഒന്നും യൂസ് ചെയ്യണം എന്നില്ല. നിങ്ങളെടുത്തുള്ള പേപ്പർ ഏതെങ്കിലും കട്ടുള്ള പേപ്പർ, ഇപ്പോൾ നിങ്ങൾക്ക് A4 പേപ്പർ യൂസ് ചെയ്യണമെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം. പിന്നെ നമ്മൾ A4 പേപ്പറൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ അതിൽ എത്രത്തോളം വെയിറ്റുള്ള സാധനം ഇടാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഉള്ള ഐറ്റംസ് അതിൽ വെച്ചാൽ മതി. ചെറിയ 1-2 ചോക്ലേറ്റ്സ് ഒക്കെ വെക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ഹേർ ഷേപ്പ് ബോക്സ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലൊരു ഹാൻഡും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിലൊന്ന് റിബണും ഇതുപോലെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പോൾ നമുക്കൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വാലൻറ്റൈൻസ് ഡേക്ക് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതുപോലെ ബോക്സ് വെച്ചിട്ട്, ഇപ്പോൾ ഹേർട്ട് ഷേപ്പ് ഏറ്റവും നല്ലത് ആ ഒരു ടൈമിൽ നമുക്ക് കൊടുക്കുന്നതാണല്ലോ. അപ്പം അങ്ങനെ ഇതുപോലൊരു ബോക്സൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഞാനിപ്പം ഒരു 350 GSM തിക്നെസ് ഉള്ള പേപ്പർ
പേപ്പറിലാണല്ലോ ചെയ്തത്. അപ്പോൾ ഇതിലാണെങ്കിൽ കൂടിയിട്ട് ഒരുപാട് ഇപ്പോൾ പെർഫ്യൂം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ കുറച്ച് വെയിറ്റ് വരുന്നത്, അതൊന്നും ഇതിലിട്ട് കൊടുക്കാതിരിക്കുക. പിന്നെ ഞാനത് ട്രൈ ചെയ്തിട്ടുമില്ല കേട്ടോ. ഞാനിപ്പം ഇതുപോലെ ഒരു ടീഷർട്ട്, ചെറിയൊരു ബൊക്കെ, കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ടാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുപോലുള്ള വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് ഒരുപാട് വെയിറ്റ് ഒന്നും കൊടുക്കാതിരിക്കുക, പേപ്പറാണല്ലോ. അപ്പം ഒരുപാട് വെയിറ്റുള്ള ഐറ്റംസ് ഒന്നും വെക്കാതെ നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പം എന്തായാലും ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം. പിന്നെ എനിക്ക് ഓർമ്മ ഉണ്ട് കേട്ടോ നമ്മുടെ ഗിവ് എവേൻ്റെ, അതെന്തായാലും തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വീഡിയോ വരുന്നതാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക നമ്മുടെ ഗിവ് എവേയിൽ. അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരും. അതെന്നോട് മറന്നു പോയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം തീർച്ചയായും എല്ലാവരും അതിൽ പങ്കെടുക്കുക. നമ്മുടെ ഈ ഒരു ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.